ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇതാണ് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന പാഠമാണ് അല്ലേ. ആദ്യത്തെ പാർട്ടെല്ലാം കണ്ടു കാണാമല്ലോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ വരക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ എക്സാമിനും വരക്കാനുള്ളത് എന്തായാലും വന്നിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ വരക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് വേണം കേട്ടോ എക്സാം എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് വരക്കാനുള്ളത്, അല്ലെ ഈ പാഠത്തിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പോൾ ആദ്യമേ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബൈസെക്ടേഴ്സ്, സമഭാജികൾ. ഓക്കെ, എന്താണ് ഈ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ദാ ഒരു ലൈൻ വരച്ചു, ഈ ലൈനിൻ്റെ ഒരു ബൈസെക്ടർ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈ ലൈൻ എന്താ, തുല്യമായി ഭാഗിക്കണം, ഈക്വലായി ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇതൊരു 6 സെൻറ്റിമീറ്റർ വരുന്ന ലൈൻ ആണെങ്കിൽ നമുക്ക് തുല്യമായി ഭാഗിക്കണമെങ്കിൽ എന്താ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആയിട്ട് ഭാഗിക്കണം അല്ലേ. ഇത് നമുക്ക് ഒരു 6 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ എല്ലാം തന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, ഭാഗിക്കാനായിട്ട് പറ്റും അല്ലെ. നമുക്ക് സ്കെയിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഭാഗിക്കാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ജസ്റ്റ് ഇപ്പോൾ 4.5 അല്ലെങ്കിൽ 5.5 ഇതുപോലെയുള്ള പോയിന്റുകൾ വന്നിട്ട് അതിന് തുല്യമായി ഭാഗിക്കാൻ പറഞ്ഞാൽ നമുക്ക് സ്കെയിലിൽ എളുപ്പത്തിന് പറ്റുമോ, ഇല്ല അല്ലേ. യെസ്, അപ്പോൾ അതെങ്ങനെയാണ് ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ ആ സ്കെയിൽ വെച്ച് എളുപ്പത്തിൽ ഭാഗിക്കാൻ പറ്റാത്ത ലൈനുകളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈക്വലായിട്ട് സമഭാജികൾ വരയ്ക്കുക, ബൈസെക്ടേഴ്സ് വരയ്ക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയും എന്താണ് ലംബ സമഭാജികൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഓക്കെ, അത് ബൈസെക്ടർ തന്നെയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബമായി എന്താണ് സമഭാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ തുല്യമായി ഭാഗിക്കുന്ന ഈ വര എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. യെസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു ലൈൻ വരക്കുന്നുണ്ട്. ഓക്കെ, അളവൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈൻ വരക്കുന്നുണ്ട്. യെസ്, ദാ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൻ്റെ എന്താ ലംബ സമഭാജി എനിക്ക് വരച്ചെടുക്കണം. അപ്പോൾ ദാ ഈ ലൈനിന് മിസ് എ എന്നും ബി എന്നും പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മാത്സിലൊരു പ്രത്യേകതയുണ്ട്, പ്രത്യേകതയല്ല നമ്മളത് ഫോളോ ചെയ്യേണ്ട ഒരു റൂളാണ്. ഏതൊരു ഫിഗർ വരച്ചു കഴിഞ്ഞാലും ആ ഫിഗറിന് കറക്റ്റായി പേരുകൾ കൊടുക്കാം. ഓക്കെ, നമ്മൾക്കൊക്കെ ഒരു പേരുണ്ടല്ലോ അല്ലേ, മിസ്സിൻ്റെ പേരെന്താണ്, രേഷ്മ, നിങ്ങൾക്കും ഒരു പേരുണ്ടാവുമല്ലോ. അതുപോലെ എന്ത് ചെയ്യാം, മാത്സിൽ നമ്മൾ ഏത് ഫിഗർ വരച്ചാലും അതിനൊരു പേര് കൊടുക്കണം, എ ബി. ഇനി മെഷർമെൻറ്റ് തന്നിട്ടുണ്ടോ, ഒരു 6 സെൻറ്റിമീറ്റർ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, 6 സെൻറ്റിമീറ്റർ ആണ് വരച്ചതെങ്കിൽ കൃത്യമായി അവിടെ 6 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിരിക്കണം. ഓക്കെ, എന്നാലേ നമ്മുടെ ആ ഫിഗറിന് നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി ലൈൻസ് ഒക്കെ വരച്ച് എന്തോ ഒരു കോലം പോലെ ഇരിക്കും അല്ലേ. അപ്പോൾ കറക്റ്റായ അളവുകളും പേര് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേരുകളെല്ലാം കൊടുത്ത് കൃത്യമായി നല്ല ഭംഗിയിൽ വേണം മാത്സിൽ എന്ത് ചെയ്യാനായിട്ട്, ഫിഗർ വരക്കാനായിട്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം, വരക്കുന്നതും എഴുതുന്നതും എല്ലാം എന്ത് വെച്ചായിരിക്കണം, പെൻസിൽ വെച്ചായിരിക്കണം. ക്ലിയർ ആയല്ലോ. എങ്ങാനും തെറ്റിപ്പോയാൽ നമുക്ക് സുഖമായിട്ട് മായ്ച്ച് എഴുതാം. പെന്നാണെങ്കിൽ അവിടെ വെട്ടും കുത്തൊക്കെ വന്ന് നമ്മുടെ ആ ഒരു ഫിഗറിന് ഒരു ഭംഗിയില്ലാതാകും. അപ്പോൾ എന്ത് ചെയ്യാം, കാര്യങ്ങൾ എന്താ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പെൻസിൽ വെച്ച് വരക്കാൻ ശ്രമിക്കണം. പിന്നെ എന്താണ് വരക്കുന്നത്, മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതാനുള്ളത് എല്ലാം കൃത്യമായി എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാ മിസ്സിന് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കാണണം എന്ന് പറഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്ന ലൈനെ തുല്യമായി ഭാഗിക്കണം, 90 ഡിഗ്രിയിൽ തുല്യമായി ഭാഗിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ മക്കളെ. ഏത് വരെയാണോ നമ്മൾക്ക് സമഭാഗം ചെയ്യേണ്ടത്, എ ബി അല്ലേ. അപ്പോൾ എ ബി എന്ന് പറയുന്ന എന്താ വര എടുത്തു. എയിൽ നിന്നും എ ബിയുടെ ഏകദേശം പകുതിയിൽ കൂടുതൽ ലെങ്ത് കോമ്പസിൽ എടുക്കുക. ഏകദേശം എന്താ പകുതി എന്നൊക്കെ പറയുമ്പോൾ ഇതാ ഇത്രയാണല്ലേ വരുന്നത്. ഏകദേശം പകുതിയിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ അതാ ഇത്ര എടുത്തു. എന്നിട്ട് എയിൽ കുത്തിയിട്ട് മേളിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്തു, അതുപോലെ തന്നെ താഴേക്കും ആർക്ക് കട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇനി ഈ അളവ് മാറ്റാതെ തന്നെ അതേ അളവ് എവിടെയും കുത്തണം, ബി എന്ന് പറയുന്ന പോയിന്റിലും കുത്തിയിട്ട് മേളിലേക്കും താഴേക്കും ദാ മിസ് ആർക്ക് കട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഈ രണ്ട് പേരും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ഉണ്ടല്ലേ. നോക്കിക്കേ, മേളിലും ഇവിടെ മുട്ടുന്നുണ്ട്, താഴെയും മുട്ടുന്നുണ്ട്. ഇവരെ തമ്മിൽ എന്ത് ചെയ്താൽ മതി, ഇവരെ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. ഓക്കെ ആണല്ലോ. ഇവരെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുന്ന വരയായിരിക്കും എന്ത്, നമ്മളുടെ എ ബി എന്ന് പറയുന്ന വരയുടെ ലംബ സമഭാജി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എത്രയാണോ അളവ് അത് തന്നെയായിരിക്കും ഇവിടെയും. ഇവിടെ ഒ എന്ന് പേര് കൊടുക്കുന്നു. ഒ എയും ഒ ബിയും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. ക്ലിയർ ആയല്ലോ.
അപ്പോൾ ഒരു വരയുടെ ഒരു ലൈനിൻ്റെ എന്താണ് ബൈസെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, സമവാചി എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ആ വരയുടെ പകുതിയിൽ കൂടുതൽ കോമ്പസിലെടുത്തിട്ട് രണ്ടറ്റത്തു നിന്നും എയിൽ നിന്നും ബിയിൽ നിന്നും മേളിലേക്കും താഴേക്കും എന്ത് ചെയ്യുക? ആർക്ക് കട്ട് ചെയ്യുക. അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് വെച്ച് ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഒരു ലൈനിനെ അഥവാ ഒരു വരയെ എങ്ങനെയാണ് ബൈസെക്ട് ചെയ്യുന്നത്, അല്ലെ, സംഭാഗം ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഒരു ആംഗിളിനെ, ഒരു കോണിനെ എങ്ങനെയാണ് സംഭാഗം ചെയ്യുന്നത്? ദാ ഇവിടെ മിസ് വെറുതെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്, അളവൊന്നുമില്ല കേട്ടോ. ഏതോ ഒരു ആംഗിളാണേ, ഇതും ഒരളവില്ല, ജസ്റ്റ് ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എ എന്ന് കൊടുക്കാം, ബി, സി. ഓക്കെ, ഈ ആംഗിൾ എയിനെ എന്ത് ചെയ്യണം? ബൈസെക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരക്കണം. എന്ന് പറഞ്ഞാൽ കോൺ എയിനെ എന്താ തുല്യമായി ഭാഗിച്ചുകൊണ്ട് നമ്മൾക്കൊരു വര വരക്കണം. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഇതാ ഇവിടെ ചെയ്യാൻ പോകുന്നത്, വീണ്ടും എന്ത് ചെയ്യുക? നമ്മുടെ കോമ്പസ് എടുക്കുക. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ, ഏത് കോണിനെയാണോ ബൈസെക്ട് ചെയ്യേണ്ടത്, അല്ലെ, ഏത് ആംഗിളിനെയാണോ എന്ത് ചെയ്യേണ്ടത്? സംഭാഗം ചെയ്യേണ്ടത്, ആ ആംഗിളിൽ കുത്തിയിട്ട് ദാ ഇവിടേക്കും ആംഗിൾ വരുന്ന ആ രണ്ട് ലൈനിലേക്കും ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇതിങ്ങനെ വരച്ചു എന്ന് എഴുതി കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ വേണമെങ്കിലും വരക്കാം. ഓക്കെ, അപ്പോൾ ഇതാ രണ്ട് ലൈനിനെയും കട്ട് ചെയ്ത് ഒരു ആർക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ എടുക്കുന്ന അതേ അളവായിരിക്കണം കേട്ടോ ഇവിടെ എടുക്കേണ്ടത്, മാറ്റരുത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എ സിയിൽ വന്നാ ഇവ മുട്ടുന്നുണ്ട്, എ ബിയിൽ വന്ന് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? യെസ്. ഇനി വീണ്ടും ആ രണ്ട് പോയിന്റിൽ നിന്ന് വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ എടുക്കുന്ന അതേ അളവ് തന്നെ വീണ്ടും എടുക്കണമെന്നില്ല, പക്ഷേ ഇവിടെ എടുക്കുന്ന ആളെ രണ്ടു പേർക്കും സെയിം ആയിരിക്കണം. ഓക്കെ, ദാ വീണ്ടും ദാ ഇവിടെ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്തു. ഇനി മാറ്റരുത്, അതേ അളവിൽ ദാ ഈ പോയിന്റിൽ നിന്നും ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ ആണോ? യെസ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? രണ്ട് പോയിന്റ്, അല്ലെ, രണ്ട് പേരും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, ദാ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ആ പോയിന്റിലേക്ക് എയിൽ നിന്ന് നേരെ ഒരു ലൈൻ വരച്ചു. അപ്പോൾ എന്താ? ആംഗിൾ എയിനെ തുല്യമായി ഭാഗിച്ചുകൊണ്ട്, അല്ലെ, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലായി തുല്യമായി ഭാഗിച്ചുകൊണ്ട് വരച്ചിരിക്കുന്ന ലൈനാണ് ഈ തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വരച്ചത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു വരയുടെ സമഭാജി, ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ആ വരയുടെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് രണ്ടറ്റത്തു നിന്നും മേളിലേക്കും താഴേക്കും ആർക്ക് കട്ട് ചെയ്യാം, അല്ലെ, അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാം. എങ്ങനെയാണ് ഒരു കോണിൻ്റെ കണ്ടുപിടിക്കുന്നത്? നോക്കിക്കേ, ഒരു കോണിൻ്റെ കണ്ടുപിടിക്കുന്നത്, അവരെ ഏത് കോണാണോ, ഏത് ആംഗിളാണോ നമ്മൾക്ക് ഭാഗിക്കേണ്ടത് അവിടെ കോമ്പസ് വെച്ചിട്ട് ഏകദേശം, അവിടെ അളവൊന്നുമില്ല കേട്ടോ, ഏകദേശം ഒരളവിൽ രണ്ട് വരയെയും കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ രണ്ടുപേരെയും വീണ്ടും കോമ്പസ് വെച്ചിട്ട് രണ്ടാമത് ഒരു ആർക്ക് കട്ട് ചെയ്യാം. അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ലൈൻ എന്താ? പോയിന്റിലേക്ക് എ എന്ന് പറയുന്ന കോണിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യാം. ക്ലിയർ? ലൈൻ വരയ്ക്കാം. അപ്പോൾ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ എന്താ അറിയാൻ സാധിക്കും. ഓക്കെ, ദാ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ എ ലൈൻ 6.5 സെൻറ്റിമീറ്റേഴ്സ് ലോങ് ആൻഡ് ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അല്ലെ, എന്താണ്? 6.5 സെൻറ്റിമീറ്റർ ഒരു വര വരച്ചിട്ട് അതിൻ്റെ ലംബ സമവാചി വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6.5 സെൻറ്റിമീറ്റർ എല്ലാം വരക്കാം. പക്ഷെ നമുക്ക് അതിൻ്റെ ലംബ സമവാചി സ്കെയിൽ വെച്ച് അളന്ന് നോക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ 6.5നെ തുല്യമായി ഭാഗിക്കുന്ന, അല്ലെ, ഒരു ലൈൻ, ഒരു വര വരക്കണം. 6.5നെ സ്കെയിൽ വെച്ചിട്ട് തുല്യമായി ഭാഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ, അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ എന്താ ചെയ്യുക? ആദ്യമേ നമുക്ക് 6.5 സെൻറ്റിമീറ്റർ എന്ത് വരക്കാം? ഒരു ലൈൻ വരക്കാം. ഓക്കെ, 6.5 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. ഇതാ അപ്പോൾ തന്നെ പേര് എഴുതി കൊടുക്കാം, എ ബി. എന്നിട്ട് അപ്പോൾ തന്നെ എഴുതണം 6.5 സെൻറ്റിമീറ്റർ. പിന്നീട് അവസാനത്തേക്ക് വെക്കരുത് കേട്ടോ. ഓക്കെ, 6.5 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. ഇനി ഇതിനെ, അല്ലെങ്കിൽ 6.5 സെൻറ്റിമീറ്റർ എ ബിയെ തുല്യമായി ഭാഗിക്കാൻ നമ്മളിപ്പോൾ പഠിച്ചല്ലോ. എന്താ ചെയ്യേണ്ടത്? എ ബി എന്ന് പറയുന്ന ലൈൻ എടുക്കുക. ഏകദേശം പകുതിയിൽ കൂടുതൽ എന്തെടുക്കണം? കോമ്പസിലെടുക്കുക. ആ അളവ് വെച്ച് മേളിലേക്കും താഴേക്കും ആർക്ക് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതേ അളവ് ബിയിൽ വെച്ചിട്ട് മേളിലേക്കും താഴേക്കും ദാ ആർക്ക് കട്ട് ചെയ്തു. ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന രണ്ട് പോയിന്റ്സ് കിട്ടിയല്ലോ. ദാ ഇവിടെയും ഇവിടെയും ഇവരെ തമ്മിൽ എന്ത് ചെയ്യാം? യോജിപ്പിച്ചു കൊടുക്കാം, ജോയിൻ ചെയ്യാം അല്ലേ. ദാ നോക്കിക്കേ, ഇവർ രണ്ട് പേരെയും തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാ ഇവിടെ ഒ എന്ന് പറയുന്ന പേര് കൊടുക്കുന്നുണ്ട്. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. എ ഒ എന്ന് പറയുന്ന വരയും ഒ ബി എന്ന് പറയുന്ന രണ്ടാളുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ 6.5നെ തുല്യമായി ഭാഗിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ലൈനിൻ്റെ ബൈസെക്ടർ, അല്ലടാ, ഒരു വരയുടെ
ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വളരെ എളുപ്പത്തിൽ തന്നെ വരയ്ക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കോണിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നോക്കിക്കേ, ഒരു കോണിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 75 ഡിഗ്രി ആൻഡ് ഡ്രോ ഇറ്റ്സ് ബൈസെക്ടർ. സിമ്പിളായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് എന്ത് വരക്കണം? 75 ഡിഗ്രി വരക്കണം. ഓക്കെ, 75 ഡിഗ്രി വരക്കാം. ഒരു ലൈൻ വരച്ചു അല്ലേ. ആംഗിൾ വരക്കാൻ അറിയാലോ. 75 ഡിഗ്രി വരക്കണം. ഒരു ലൈൻ വരച്ചു. എ ബി എന്ന് പേര് കൊടുത്തു. അളവൊന്നുമില്ല കേട്ടോ. എന്നിട്ട് 75 ഡിഗ്രി വരക്കാം. ഒന്നില്ലെങ്കിൽ എയിൽ നിന്ന് വരക്കാം, അല്ലെങ്കിൽ ബിയിൽ നിന്ന് വരക്കാം. മിസ് ഇവിടെ എയിൽ നിന്ന് പ്രൊട്രാക്ടർ വെച്ചു. 75 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. 75 ഡിഗ്രി നീട്ടി വരച്ചു. ഓക്കെ, ജസ്റ്റ് സി എന്ന് പേര് കൊടുത്തു. അപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് പോകണം കേട്ടോ. 75 ഡിഗ്രി. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട് അതെല്ലാം വരക്കുമ്പോൾ അടയാളപ്പെടുത്തിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ഇനി 75 ഡിഗ്രിയുടെ എന്തെടുക്കാം? ഹാഫ് എടുക്കണം, പകുതി എടുക്കാമല്ലോ. നമുക്ക് ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. എങ്ങനെയാണ് കോണിൻ്റെ സമഭാജി ആംഗിൾ ബൈസെക്ടർ വരയ്ക്കേണ്ടത്? കോമ്പസ് എടുക്കാം. എ എന്ന് പറയുന്ന ആംഗിളിനെയാണ് മുറിക്കേണ്ടത്, തുല്യമായിട്ട് ഭാഗിക്കേണ്ടത്. അപ്പോൾ എയിൽ നിന്ന് എ സിയിലേക്കും എ ബിയിലേക്കും എന്ത് ചെയ്യുക? ആർക്ക് കട്ട് ചെയ്യുക. അവിടെ അളവൊന്നുമില്ല. നമ്മൾ ഇവിടെ എടുക്കുന്ന ആർക്ക് ഇവിടെ എത്രയാണോ മെഷർമെൻറ്റ് അത് കോമ്പസിൽ നിന്ന് മാറ്റാതെ ബിയിൽ നിന്നും കട്ട് ചെയ്യണം. ഓക്കെ, ഇതിങ്ങനെ ഒരുമിച്ച് വരച്ചു എന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നോക്കിക്കേ, 2 പോയിന്റ്സ് ഇവിടെ കിട്ടിയല്ലോ. ഞാൻ XY എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എക്സിൽ നിന്നും വൈയിൽ നിന്നും വീണ്ടും രണ്ടാമത് എന്ത് വരക്കാം? വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്യണം. എക്സിൽ നിന്നും ഒരു ആർക്ക് വരച്ചു. അതേ അളവ് തന്നെ വൈയിൽ നിന്നും ആർക്ക് കട്ട് ചെയ്തു. ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് വന്നല്ലോ. ഇവരെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? സാധാരണ ചെയ്യുന്ന പോലെ ആ പോയിന്റിലേക്ക് എയിൽ നിന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ക്ലിയർ ആയോ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഒരു ആംഗിളും എന്താണ്? തുല്യമാണ് എന്ന് പറഞ്ഞാൽ 75 ഡിഗ്രിയുടെ പകുതിയായിട്ട് നമ്മൾ ഭാഗിച്ചു. അപ്പോൾ ഇതും നന്നായിട്ട് തന്നെ ക്ലിയർ ആയല്ലോ ഈ ഒരു ക്വസ്റ്റ്യനും. യെസ്, ഇനി നമുക്ക് വേഗം തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ത്രികോണം വരക്കണം. ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. ലംബ സമഭാജി വരക്കണം. ഓക്കെ, വരച്ചേക്കാം. പിന്നെ എന്താ പറയുന്നത്? ഒരു കാര്യം ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് 3 പേരും ഒരേ പോയിന്റിലൂടെയാണോ, സെയിം പോയിന്റിലൂടെയാണോ കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കിയാലോ. യെസ്, ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഒരു ട്രയാങ്കിൾ വരക്കും. നമുക്ക് അളവൊന്നും തന്നിട്ടില്ല അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രയാങ്കിൾ വരക്കാം. മിസ് ഇവിടെ വരക്കുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ വരക്കാം. യെസ്, സ്കെയിൽ വെച്ച് വരക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ചു. യെസ്, ഓക്കെ, ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പേര് കൊടുത്തേക്കാം അല്ലേ. A B C. ഈ 3 വശങ്ങളുടെയും എന്ത് വരക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാലോ, ഒരു വരയുടെ ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം മിസ് വരക്കാൻ പോകുന്നത് AB എന്ന് പറയുന്ന വരയുടെ ലംബ സമഭാജിയാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? AB എന്ന് പറയുന്ന വരയിലെ അല്ലെ പകുതിയിൽ കൂടുതൽ എടുക്കുക അല്ലെ. ABയുടെ ഏകദേശം പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് മേളിലേക്കും താഴേക്കും ആർക്ക് കട്ട് ചെയ്തു. അതേ അളവ് ബിയിൽ നിന്നും എന്ത് ചെയ്യാം? ആർക്ക് കട്ട് ചെയ്യുക. മേളിലേക്കും താഴേക്കും ആർക്ക് കട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? അവർ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക അല്ലെ, ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, രണ്ടുപേരെയും യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, AB എന്ന് പറയുന്ന വരയുടെ ലംബ സമഭാജിയായി, പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. അതുപോലെ തന്നെ ബാക്കി 2 വശങ്ങളുടെയും കണ്ടുപിടിക്കണം അല്ലെ. 3 പേരുടെയും കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾക്ക് ഒരേ പോയിന്റിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ AB കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു CB. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ CB എന്ന് പറയുന്ന വരയുടെ ഏകദേശം പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ബിയിൽ നിന്നും സിയിൽ നിന്നും എന്ത് ചെയ്യണം? ആർക്ക് കട്ട് ചെയ്യണം. ഓക്കെ, എല്ലാം സെയിം മെത്തേഡാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ സിയിൽ നിന്നും അതേ അളവിൽ ആർക്ക് കട്ട് ചെയ്തു. ഇനി വീണ്ടും എന്ത് ചെയ്യാം? അവരെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണം. അവരെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, യെസ്, അവരെ തമ്മിൽ യോജിപ്പിച്ച് കൊടുത്തു. ഇനി ഒരാൾ കൂടി ഉണ്ടല്ലേ. 2 വശങ്ങളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരച്ചു. ഇനി AC-യുടെ കൂടി കണ്ടുപിടിക്കണം. വീണ്ടും എന്ത് ചെയ്യാം? എയിൽ നിന്നും സിയിൽ നിന്നും പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? മേളിലേക്കും താഴേക്കും ആർക്ക് കട്ട് ചെയ്യുക. ഏകദേശം മിസ് പകുതിയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇവിടെയും വന്നു. അതുപോലെ തന്നെ അതേ അളവ് സിയിൽ നിന്നും ആർക്ക് കട്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ? യെസ്, നിങ്ങൾ അപ്പോൾ തന്നെ വരച്ച് പോകണേ. എല്ലാ ആർക്കും വരച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കൺഫ്യൂഷനാകും ഏതൊക്കെ ഏതിൻ്റെയാണെന്ന്. ഇവിടെ നമ്മൾ സിയിൽ നിന്നും AC-യുടെ
പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇപ്പൊ 3 വശങ്ങളുടെയും എന്ത് ചെയ്തു? ലംബ സമഭാജി വരച്ചു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. നമുക്കറിയാലോ എന്താണ്, ഏത് ലൈനിന്റെ ആണോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കേണ്ടത് ആ ലൈനിന്റെ ആ വരയുടെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ആ രണ്ട് അറ്റത്തു നിന്നും, ആ വരയുടെ രണ്ട് അറ്റത്തു നിന്നും മേളിലേക്കും താഴേക്കും ആർക്ക് കട്ട് ചെയ്യുക. ഇനി നോക്കിക്കേ, ഈ ആർക്ക് കട്ട് ചെയ്തിരിക്കുന്ന ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, ഈ ലംബ സമഭാജികൾ ഒരേ പോയിന്റിലൂടെയാണോ കടന്നു പോകുന്നത് എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ആണല്ലോ. ദാ ഈ ലൈനും ഈ വരയും ഒരേ പോയിന്റിലൂടെ, മിസ് റെഡ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരേ പോയിന്റിലൂടെയല്ലേ കടന്നു പോകുന്നത്. യെസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 ബൈസെക്ടേഴ്സ് അല്ലെ, ഓൾ 3 ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് അറ്റ് ദി സെയിം പോയിന്റ് അല്ലെ, എല്ലാവരും ഏതാ ഒരേ ബിന്ദുവിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇതുപോലെ തന്നെ നമ്മളോട് ആംഗിൾ ബൈസെക്ടർ കണ്ടിട്ട് അവരെല്ലാവരും ഒരുപോലെയാണോ കടന്നു പോകുന്നത് എന്ന് ചോദിക്കാം അല്ലെ. അപ്പോൾ എന്ത് ചെയ്യാം? ആംഗിളിൻ്റെ ഒരു കോണിൻ്റെ ലംബ സമഭാജി വരക്കാനായിട്ട് നമുക്കറിയാലോ. അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ഓരോ ആംഗിളിനെയും കണ്ടുപിടിക്കാം, നീട്ടി വരക്കാം. ആ വരകളെല്ലാം ഒരേ പോയിന്റിലൂടെ തന്നെയായിരിക്കും പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായാലോ. നമുക്കിനി വരക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. ദാ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, നല്ലൊരു രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഒരു സർക്കിൾ വരക്കണം അല്ലേ, ഒരു വൃത്തം വരക്കണം. അതിൻ്റെ റേഡിയസ്, ആരം എത്രയാണ്? 2.25 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ. അപ്പോൾ റേഡിയസ് പറയുന്നത് എത്രയാണ്? ആരം എന്ന് പറയുന്നത് 2.25 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നമുക്ക് 2.25 സ്കെയിലിലെടുത്ത് സെൻറ്റിമീറ്റർ വരക്കാൻ സാധിക്കുമോ? അല്ലെ, സാധാരണ ഒരു 3 സെൻറ്റിമീറ്റർ ആരം വരുന്ന ഒരു സർക്കിൾ, ഒരു വൃത്തം വരക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കും, എന്നിട്ട് നേരെ എന്ത് ചെയ്യുക? സർക്കിൾ വരക്കും. ഇവിടെ 2.25 എന്ന് പറയുന്ന അളവ് നമ്മൾക്ക് സ്കെയിലിൽ എടുക്കാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഈ 2.25 എന്ന് പറയുന്ന അളവ് കണ്ടുപിടിക്കണ്ടേ? എന്നാലല്ലേ ആരം 2.25 നമുക്ക് എന്ത് വരക്കാൻ സാധിക്കൂ? വൃത്തം വരക്കാൻ സാധിക്കൂ. ഓക്കെ. ഇതിന് നമ്മളിപ്പോൾ പഠിച്ചതുപോലെ തന്നെ ഒരു എളുപ്പമാർഗം ഉണ്ടല്ലേ, ശ്രദ്ധിക്കാം. ഈ 2.25ൻ്റെ ഇരട്ടി എത്രയാണ്? 2.25 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 4.5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് വരും. ഓക്കെ ആണല്ലോ. മിസ് ഇവിടെ പറയാൻ പോകുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. മിസ് ഒരു ലൈൻ വരച്ചു, റഫായിട്ടൊന്ന് വരക്കുവാണേ. 4.5 സെൻറ്റിമീറ്റേഴ്സ് ഒരു ലൈൻ വരച്ചു. ഓക്കെ. ഈ 4.5 സെൻറ്റിമീറ്റർ AB എന്ന് പറയുന്ന വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുകയാണ്, ലംബ സമഭാജി. എന്താണ്? പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് മേളിലേക്കും താഴേക്കും മാർക്ക് കട്ട് ചെയ്യുക, ജോയിൻ ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ എന്താ? AB-നെ തുല്യമായി ഭാഗിക്കും O എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ ആണോ? എന്ന് പറഞ്ഞാൽ എന്താണ്? 4.5 സെൻറ്റിമീറ്ററിനെ തുല്യമായി ഭാഗിക്കുന്നു. അതാണല്ലോ നമ്മുടെ സമഭാജി ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 4.5ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 2.25 അല്ലേ. അതിൻ്റെ ഇരട്ടിയായിരുന്നല്ലോ 4.5 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4.5 എടുത്തിട്ട് അതിനെ പകുതിയാക്കി എത്ര കിട്ടും? നമ്മളുടെ 2.25 എന്ന് പറയുന്ന നമ്മളുടെ അളവ്, അഥവാ നമ്മുടെ ആ ഒരു റേഡിയസ് എടുക്കേണ്ട മെഷർമെൻറ്റ് നമ്മൾക്ക് ഈസി ആയിട്ട് എന്ത് പറ്റും? കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേഗം അതൊന്ന് വരച്ചു നോക്കിയാലോ. ആദ്യമേ ചെയ്യേണ്ടത് എന്താണ്? ഒരു 4.5 സെൻറ്റിമീറ്റർ, അത് നമുക്ക് സ്കെയിലിൽ എടുക്കാൻ അറിയാം അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്? 4.5 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരക്കാം. മിസ് ഇവിടെ തന്നെ വരക്കുന്നുണ്ട്. 4.5 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. 4.5 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ തന്നെ എഴുതി പോകാം 4.5 സെൻറ്റിമീറ്റർ AB. ക്ലിയർ ആണല്ലോ. ഇനി ഈ 4.5 സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്യണം? പകുതിയാക്കണം. നമുക്ക് പകുതിയാക്കാൻ അറിയാലോ. എന്താ ചെയ്യേണ്ടത്? AB എന്ന് പറയുന്ന ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കുക, മേളിലേക്കും താഴേക്കും ആർക്ക് കട്ട് ചെയ്യുക. അതേ അളവിൽ ബിയിൽ നിന്നും മേളിലേക്കും താഴേക്കും ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അവർ തമ്മിൽ ജോയിൻ ചെയ്യാം, യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ. യോജിപ്പിച്ച് കൊടുത്തു. ഇപ്പോൾ നോക്കിക്കേ, 4.5ൻ്റെ പകുതിയാണ് ഈ ഒരു കഷ്ണം അല്ലേ. അതെത്രയാണ് പകുതി എന്ന് പറയുന്നത്? 2.25 ആയിരിക്കും. ഓക്കെ. ഇതും എത്ര തന്നെയായിരിക്കും? 2.25 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റാത്ത അളവുകൾ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് അതിനെ ഒരു സമഭാജി, ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ച് കട്ട് ചെയ്യാം. ഇത് നമുക്ക് വരക്കാനായിട്ട് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സ്കെയിലിൽ എടുക്കാൻ പറ്റാത്ത അളവുകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഇരട്ടി എടുക്കാം, ആ വര വരച്ചതിന് ശേഷം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാം. എന്ന് പറഞ്ഞാൽ ആ വരയെ തുല്യമായി ഭാഗിക്കുന്നു. നമ്മളുടെ ആദ്യത്തെ ആളെ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? സർക്കിൾ വരക്കാം. നമ്മുടെ മെഷർമെൻറ്റ് കിട്ടിയല്ലേ. ഓക്കെ. ഇത് ഞാൻ O എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ. OA അല്ലെങ്കിൽ OB എവിടെ വേണമെങ്കിലും നമുക്ക് കോമ്പസ് കുത്തി സർക്കിൾ വരക്കാവുന്നതാണ്. ഇതാണ് നമ്മളുടെ മെഷർമെൻറ്റ് വരുന്നത് അല്ലേ. നോക്കിക്കേ,
ഇതല്ലേ റേഡിയസ്. ഇതാ നമുക്ക് കോമ്പസിൽ അളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, 2.25 എന്ന് പറയും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് O എന്ന് പറയുന്നത് സെൻറ്റർ ആക്കിയിട്ട് ഒരു വൃത്തം വരക്കാം, സർക്കിൾ വരക്കാം. അല്ലെങ്കിൽ ഇതാ ഇതേ അളവ് ഇതാ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ടും എന്ത് ചെയ്താലും മതിയാവും, സർക്കിൾ വരക്കാം. ഒരു തെറ്റില്ല കേട്ടോ, ഇങ്ങനെ വരക്കാം. അല്ലെങ്കിൽ എയിൽ കുത്തിയിട്ടായാലും എന്ത് ചെയ്താലും മതി, സർക്കിൾ വരക്കാം. ഏത് രീതിയിൽ ചെയ്താലും കറക്റ്റാണ്. ഓക്കെ അല്ലേ? മിസ്സിൻ്റെ സർക്കിളൊക്കെ പോയി. ഓക്കെ, യെസ്. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ Oയിൽ സെൻറ്റർ ആക്കി വെക്കാം, അല്ലെങ്കിൽ Bയിൽ സെൻറ്റർ ആയി വെക്കാം, എയിൽ സെൻറ്റർ ആക്കി വെക്കാം. അളവ് എത്രയാണ്, 2.25. ഇതാ നമ്മുടെ കോമ്പസിൽ 2.25 എടുത്തിട്ട് വേണം വരക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലൊരു രസകരമായൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, എക്സാമിനൊക്കെ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മിസ്സിന് തോന്നിയായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങൾ വരക്കാനുള്ളതെല്ലാം നന്നായിട്ട് മനസ്സിലായല്ലോ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടിലായിട്ട് കാണാം. ഓക്കെ മക്കളെ, നന്നായിട്ട് തന്നെ പഠിക്കട്ടോ. ബൈ.